ഇനിയും നിങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല, ഒത്തിരി വിഷമിക്കേണ്ടി വരത്തില്ല. ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളും എക്കാലങ്ങളും ഒരു ദൈവപ്രവൃത്തി പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. കുഞ്ഞിന്റെ വിവാഹത്തിലൊരു ദൈവപ്രവൃത്തി, കുഞ്ഞിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ദൈവപ്രവൃത്തി, സാമ്പത്തിക തകർച്ചയുടെ നടുവിലൊരു ദൈവപ്രവൃത്തി, ആത്മീയ ജീവിതത്തിലൊരു ദൈവപ്രവൃത്തി. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നവരാണ് ഭൂരിപക്ഷം ദൈവമക്കളും. ചോദ്യം, അതെപ്പോൾ വെളിപ്പെടുമെന്നാണ്. അതെപ്പോൾ വെളിപ്പെടുമെന്നാണ് ഇന്നത്തെ വചന സന്ദേശം. 119 സങ്കീർത്തനത്തിന്റെ 126 വാക്യമാണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. ഇനിയും നിങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല, ഒത്തിരി വിഷമിക്കേണ്ടി വരത്തില്ല. ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്. പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുവിൻ. ഓരോ ദൈവമക്കളും ദൈവത്തിന് മുമ്പിൽ വിനയപ്പെട്ടിരിക്കുമ്പോൾ അവനെ ഉയർത്തുവാൻ ഒരു സമയമുണ്ട്, അവനെ അനുഗ്രഹിക്കുവാൻ ഒരു സമയമുണ്ട്, അവന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഒരു സമയമുണ്ട്. പ്രവാചകൻ പ്രവചിക്കുക, ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് വെക്കപ്പെടും. അതിനകത്തൊരു പദമുണ്ട്, സമയം തെറ്റുകയില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം, സമയം തെറ്റാതെ നിന്റെ സമയത്തും എന്റെ സമയത്തുമല്ല, ദൈവത്തിന്റെ കൃത്യമായ സമയം. ആ സമയം അടുത്തിരിക്കുന്നു. ഒരു ഞാങ്ങണ പെട്ടകത്തിനകത്ത് മോശക്കുഞ്ഞിനെ നദിക്കകത്ത് വെച്ചിട്ട് സ്വന്തം പെങ്ങൾ മാറി നിന്ന് മരിക്കുന്ന കുഞ്ഞിനെ കാണാൻ വയ്യ എന്ന് പറഞ്ഞ് കണ്ണുപൊത്തി നിൽക്കുമ്പോൾ ഫറവോന്റെ പുത്രി മോശക്കുഞ്ഞിനെ കൈനീട്ടി എടുക്കുക. ദൈവത്തിന്റെ സമയമാണെങ്കിൽ ഏതു വിധി നിനക്ക് മുമ്പിൽ വന്നാലും ആ വിധിയെ മാറ്റുന്ന ഒരു അദൃശ്യ കരം ആ വിധിക്കും നിനക്കുമിടയിൽ ഇറങ്ങി വരും. ആ മോശക്കുഞ്ഞിനെ പിന്നെ വളർത്തിയത് രാജാവിന്റെ കൊട്ടാരത്തിലാണ്. എനിക്കൊരു സന്ദേശം പറയാനുണ്ട്, ഇത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഇസഹാക്കിനെ പിടിച്ച് യാഗപീഠത്തിൽ കിടത്തിയിട്ട് ഒരു കത്തിയെടുത്ത അപ്പനായ അബ്രഹാം മുകളിലേക്ക് ഉയർത്തുമ്പോൾ അടുത്ത സെക്കൻഡുകൾക്കകത്ത് ആ കത്തി തന്റെ കഴുത്തിൽ വീണാൽ തന്റെ മകൻ മരിക്കും. ഉയർത്തിപ്പിടിച്ച കത്തിക്കും നിശ്ചലനായി കിടക്കുന്ന ഇസഹാക്കിനും ഇടയിലൂടെ ഒരു ദൈവശബ്ദം കേറിയിറങ്ങി, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ഞാനിന്ന് വചനം കേൾക്കുന്നവരോട്, ദൈവത്തിന്റെ സമയമാണെങ്കിൽ നിനക്കെതിരെ ഓങ്ങിയ ആയുധം അവിടെ നിൽക്കും, നിന്നെ വെല്ലുവിളിച്ച വാക്കുകൾ അവിടെ നിൽക്കും. അതിനിടയിലൂടെ കടന്നു പോകുന്ന ഒരു ഇമ്പ ശബ്ദമുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമയമായെന്ന് കേട്ടല്ലോ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന്റെ സമയമായിരിക്കുന്നു. ദൈവം ഒരു അത്ഭുതം ചെയ്യും. God bless you.